PFI സഖ്യത്തെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തു. കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതേയില്ല. അപ്പൊ ഇതിനർത്ഥം ജനകീയ പ്രശ്നങ്ങൾ, ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അതിവിടെ ചർച്ചയാവരുത്. UDF-ഉം LDF-ഉം മറുപടി പറയേണ്ട നിരവധി വിഷയങ്ങൾ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. എന്തുകൊണ്ടാണ് അനിൽ ആന്റണി ചർച്ചയാവുന്നത്? എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ മാത്രം ആരോപണങ്ങൾ ഉയരുന്നത്? എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെതിരെയുള്ള കള്ളപ്രചാരണങ്ങൾ നടക്കുന്നത്? എന്തുകൊണ്ടാണ് നിവേദിത സുബ്രഹ്മണ്യത്തെ തടയുന്നത്? ഉത്തരം വളരെ വ്യക്തമാണ്. UDF-ഉം LDF-ഉം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കാൻ പാടുള്ളൂ. അവർ മറുപടി പറയേണ്ടതായിട്ടുള്ള ഒരു ചോദ്യത്തിനും ഇവിടെ ചർച്ചയാവാൻ പാടില്ല എന്നുള്ളതാണ് പ്രശ്നം. രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായതിനു ശേഷം നിരന്തരമായിട്ടുള്ള കള്ളപ്രചരണങ്ങളാണ്. UDF-ഉം LDF-ഉമാണ് അതിന് പിന്നിൽ. വി മുരളീധരനെതിരെ ആക്രമണം നടക്കുന്നു. ഒരു സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായ ആക്രമണം നടക്കുന്നു. പ്രതികൾ DYFI-ക്കാരാണ്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ജനങ്ങളുടെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, UDF-ഉം LDF-ഉം മറുപടി പറയേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ രണ്ട് മുന്നണികളും മൗനം പാലിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത CAA എത്ര ദിവസമായി ഇവിടെ ചർച്ച ചെയ്യുന്നു? അതിൽ ആർക്കും ഒരു അപാകതയും തോന്നിയില്ലല്ലോ. കേരളത്തിലെ ജനങ്ങളുമായി എന്ത് ബന്ധമാണ് പൗരത്വ ഭേദഗതി നിയമത്തിനുള്ളത്? ഏത് പൗരന്റെ പൗരത്വമാണ് നിഷേധിക്കപ്പെടുന്നത്? കേരളത്തിൽ എങ്ങനെയാണ് അത് പ്രസക്തമാവുന്നത്? മറുപടിയില്ലല്ലോ LDF-നും UDF-നും. കേരള സ്റ്റോറി വന്നപ്പോൾ എന്തിനാണ് ഇത്രയും ബളം വയ്ക്കുന്നത്? കേരള സ്റ്റോറി എന്ന് പറയുന്ന ചലച്ചിത്രം ക്രിസ്ത്യൻ രൂപതകളിൽ അവര് പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചു. എന്തിനാണ് ഇത്ര വേവലാതി? മണിപ്പൂർ സ്റ്റോറി എത്ര കാലം ഇവിടെ ഇല്ലാത്ത ഡോക്യുമെന്ററി ഇവിടെ LDF-ഉം UDF-ഉം പ്രചരിപ്പിച്ചു. എന്തെല്ലാം കള്ളപ്രചരണങ്ങൾ കേരളത്തിൽ നടന്നു. സെൻസർ ബോർഡ് അനുമതി നൽകിയ ഒരു ചലച്ചിത്രം കേരളത്തിലെ വസ്തുതകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രമേയം അടിസ്ഥാനമാക്കിയുള്ള ഒരു ചലച്ചിത്രം, നിരവധി IS റിക്രൂട്ട്മെന്റ് കേസുകൾ കേരളത്തിലുണ്ട്. ആ ഒരു ചലച്ചിത്രം വന്നപ്പോൾ എല്ലാവരും എന്തുകൊണ്ടാണ് ഒറ്റക്കെട്ടായി ബഹളത്തിന് വരുന്നത്? ഏകപക്ഷീയമായ ഒരു വിഭാഗത്തിന്റെ വോട്ട് പെട്ടിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള വർഗീയ പ്രചാരണ വേലയിലാണ് LDF-ഉം UDF-ഉം ഏർപ്പെട്ടിരിക്കുന്നത്. അതിന് ഒരു വിഭാഗം മാധ്യമങ്ങൾ, ഞാൻ എല്ലാ മാധ്യമങ്ങളെയും പറയുന്നില്ല, മാധ്യമങ്ങളിൽ അകത്ത് തന്നെയുള്ള ചില ആളുകൾ ഈ വർഗീയ പ്രതിലോമ ശക്തികളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെല്ലാം തമസ്കരിക്കുന്നു. പകരം വോട്ടിനു വേണ്ടി എല്ലാ കാലത്തും കേരളത്തിലുള്ള ഒരു തന്ത്രമാണിത്. ഇലക്ഷൻ വരുമ്പോൾ ഒരു വിഭാഗത്തെ പ്രീണിപ്പിച്ച് പെട്ടിയിലാക്കി അധികാരം പിടിക്കാമെന്നുള്ള വോട്ട് ബാങ്ക് തന്ത്രമാണ് ഇത്രയും കാലം. ഇപ്പോഴും അതാണ് തുടരുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ അവരോട് പറയാം, കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെല്ലാം ഒറ്റ ബ്ലോക്കാണ് എന്നുള്ള ഒരു ധാരണയിൽ നിങ്ങൾ കബളിപ്പിക്കാൻ ശ്രമിക്കരുത്. കാരണം ഇവിടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, സ്വതന്ത്രമായ ചിന്താഗതികൾ, നിരീക്ഷണങ്ങൾ എല്ലാവർക്കും ഉണ്ട്. LDF-ഉം UDF-ഉം അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ എല്ലാം ഒരു പെട്ടിയിലാക്കാം എന്നുള്ള ധാരണ ഈ തെരഞ്ഞെടുപ്പോടെ അവസാനിക്കും. ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. UDF-ഉം LDF-ഉം പലയിടത്തും ഒത്തുകളിക്കുകയാണ്. അതിനുള്ള സൂചനകൾ അവർ നൽകി കഴിഞ്ഞു.
BJPക്ക് NDAക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലെല്ലാം സീക്രട്ട് ഡീലിന് വേണ്ടിയുള്ള പുറംവാതിൽ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. BJPയെ അധികാരത്തിൽ വരാൻ, BJPയെ ഒരു തരത്തിലും വിജയിപ്പിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ പരസ്പരം യോജിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതിനെ അതിജീവിച്ചുകൊണ്ടായിരിക്കും NDA ഇത്തവണ ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. പ്രകാശ് ജാവ്ദേക്കറുമായി അടുത്ത ബന്ധമുണ്ടെന്നും അതുപോലെ അദ്ദേഹം കേരളത്തിലെ CPM നേതാക്കളെ വലവീശി പിടിക്കാൻ നീക്കം TG നന്ദകുമാർ പറയും. പ്രകാശ് ജാവ്ദേക്കർജി കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ, അദ്ദേഹത്തോട് ചോദിക്കല്ലോ. അനിൽ ആന്റണിക്ക് വിഷുക്കൈ നീട്ടം കൂടുതൽ അല്ല, അനിൽ ആന്റണി, ഞാൻ ചോദിച്ച ചോദ്യം അതാണ്. അനിൽ ആന്റണിക്കെതിരായി മാത്രം ഇങ്ങനെയുള്ള 13 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വ്യാജ പ്രചാരണം നടത്തുന്നതിന്റെ പിന്നിൽ എന്താണ്? ഇത് അനിൽ ആന്റണിക്കെതിരെയുള്ള ആരോപണമല്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. ഇത് AK ആന്റണിക്കെതിരെയുള്ള ആരോപണമാണ്. ഇത് കോൺഗ്രസിനകത്തുള്ള ആളുകൾ ആന്റണിയെ ഈ ഒരു ഘട്ടത്തിൽ സമ്പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രചാരവേലയാണ്. ആ പ്രചാരവേല മാധ്യമങ്ങൾ ഏറ്റെടുക്കരുത്. കോൺഗ്രസിനകത്ത് AK ആന്റണിയെ കുറച്ച് കാലമായിട്ട് അവർ വേട്ടയാടുകയാണ്. പ്രത്യേകിച്ചും അനിൽ ആന്റണി BJPയിൽ ചേർന്നതിന് ശേഷം പരിണതപ്രജ്ഞനായിട്ടുള്ള കോൺഗ്രസ് നേതാവ് ശ്രീ AK ആന്റണിയെ വേട്ടയാടുന്ന ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുന്നത്. അത് നേരത്തെയും അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. കരുണാകരനെ എത്രമാത്രം മനുഷ്യത്വരഹിതമായിട്ടാണ് കോൺഗ്രസ് പാർട്ടിക്കാർ ട്രീറ്റ് ചെയ്തതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ജീവിതത്തിന്റെ അവസാന നാളുകൾ വരെ കരുണാകരനെ വേട്ടയാടിയവരാണ് കോൺഗ്രസിനകത്തുള്ളത്. അവരത് ഇപ്പോൾ ഈ പ്രായാധിക്യം കൊണ്ട് കഴിയുന്ന ആന്റണിയുടെ ഈ വിശ്രമ ജീവിതം നയിക്കുന്ന ആന്റണിയെ വേട്ടയാടുകയാണ്. അല്ലാതെ ഇത് അനിൽ ആന്റണിക്കെതിരെയുള്ള ആരോപണമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല.